ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിത്രാസ് വേൾഡ്. ഇന്ന് നമുക്കൊരു വെസ്റ്റേൺ ഡിഷ് ട്രൈ ചെയ്താലോ? വൈറ്റ് സോസ് പാസ്ത. പേര് പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, എളുപ്പമാണ് ഉണ്ടാക്കാൻ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പാസ്ത ഒരുപാട് സൈസിലുണ്ട്. മെക്രോണി ഉണ്ട്, പിന്നെ പാസ്ത ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പുണ്ട്. അതിൽ ഞാനിപ്പോൾ മെക്രോണിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു 1/2 കിലോയോളം ഞാൻ ഇടുന്നുണ്ട്. നമുക്കിവിടെ ഒരുപാട് അംഗസംഖ്യ ഉള്ളത് കൊണ്ടിട്ട് 1/2 കിലോ പാസ്ത ഞാൻ വേവിക്കാനായിട്ട് ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. നല്ലതുപോലെ ഇളക്കി ചേർക്കണം, അടി ചേർത്ത് ഇളക്കണം, അല്ലെങ്കിൽ പാസ്ത അടിയിൽ പിടിക്കും. നല്ലപോലെ ഇളക്കി ഒരു 10-15 മിനിറ്റോളം പാസ്ത വേവണം. ചില പാസ്തയുടെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ കുക്കിംഗ് ടൈം എത്രയാണെന്ന്. അതെല്ലാം നമ്മൾ ലൂസായിട്ടാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിനകം പാസ്ത വേവുന്നതാണ്. വെന്ത ഉടനെ നമ്മൾ ഊറ്റണം, ഇല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. ഇങ്ങനെ ഇളക്കി നമുക്കിത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് പാസ്തയ്ക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് സ്വീറ്റ് കോൺ, സവാള, ക്യാപ്സിക്കം, വെളുത്തുള്ളി. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ഞാനിപ്പോൾ ഇന്ന് ഇത്രേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ക്യാരറ്റ്, ബീൻസ് ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത വെന്തോന്ന് നോക്കാം. ഇതാ നമ്മുടെ പാസ്ത എല്ലാം വെന്തിട്ടുണ്ട്. അത് നമുക്കിനി വെള്ളം വാർക്കാനിടാം. പാസ്ത വെന്തോന്ന് നോക്കാനായിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ജസ്റ്റ് ഒന്ന് അമക്കി നോക്കിയാൽ മതി. അത് രണ്ടായിട്ട് മുറിയുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് വെന്തോ ഇല്ലയോ എന്നുള്ളത്. ഇതാ ഇങ്ങനെ കൈ കൊണ്ട് ഞെക്കുമ്പോൾ ഇത് സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ വേവ് കറക്റ്റാണെന്ന് പറയാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് സോട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. ബട്ടറാണ് ചേർക്കേണ്ടത്. യൂഷ്വലി എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് യൂസ് ചെയ്തു. നെയ്യിലുണ്ടാക്കിയാലും അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നെയ്യ് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ഒരുപാട് വേവിക്കുന്നതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നല്ലതുപോലെ സോർട്ട് ചെയ്യുക. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ സോർട്ട് ചെയ്യും. ഒരു 3 to 4 മിനിറ്റ്സ് നമ്മൾ സോർട്ട് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം സോർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചു. ഇതെന്താ ഉരുളിന്നല്ലേ? ഉരുളിയിലും നമുക്ക് പാസ്ത ഉണ്ടാക്കാം. അതിനായിട്ട് ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ്, ബട്ടറാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തു. നെയ്യ് ചേർത്ത് നല്ലതുപോലെ ചൂടായി വരുമ്പം നമ്മളതിലേക്ക് മൈദ ചേർക്കണം. ഞാൻ 4 സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഞാൻ 1/2 കിലോ പാസ്തയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് 4 സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. മൈദ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മൈദയും നെയ്യും നല്ലപോലെ മിക്സ് ആകണം. നെയ്യ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മൈദ ഒന്ന് മൂക്കുന്നത് വരെ ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ശേഷം പാലാണ് നമ്മൾ ചേർക്കുന്നത്. ഞാനിവിടെ 3/4 ലിറ്റർ പാല് ചേർക്കുന്നുണ്ട്. എന്നാൽ 1/2 കിലോ പാസ്ത ഉള്ളതുകൊണ്ട് 3/4 ലിറ്റർ പാലെങ്കിലും ചേർത്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടില്ല. ഇതാ മൈദയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം. പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. നമുക്കതിനായിട്ടൊരു വിസ്ക് യൂസ് ചെയ്യാം. വിസ്ക് യൂസ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി അതിനൊരു ക്രീമി കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ 3/4 ലിറ്റർ പാല് എന്ന് പറയുന്നത് നമ്മുടെ ബേസാണ്. അത് നമുക്ക് മതിയാവില്ല. നമുക്കതിൽ കുറച്ച് മായം ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടി അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 1/2 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി
ഒരു ക്രീമി കൺസിസ്റ്റൻസി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പാല് കാഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഞാൻ 1 സ്പൂൺ ഓർഗാനോയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൂടെ നമുക്ക് പാസ്തയും ആഡ് ചെയ്യാവുന്നതാണ്. പാസ്ത നമ്മൾ പാത്രത്തിൽ അങ്ങനെ തന്നെ വെച്ചതുകൊണ്ട് അത് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്കത് പൊട്ടിച്ചെടുക്കാവുന്ന കാര്യം. നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ക്രീമിൻ്റെ അളവ് കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ക്രീമി ടേസ്റ്റി വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റുമ്പം ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. കുറച്ചുകൂടി ഓറിഗാനോയും ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഹെയർ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.